PV അൻവറിന് തിരിച്ചടി. UDF പ്രവേശനത്തിൽ തീരുമാനമെടുക്കാതെ UDF നേതൃയോഗം. അൻവറിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെ UDF എടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ് യോഗം ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. AK ലതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്ന് കോഴിക്കോട് UDFന്റെ നേതൃയോഗം ചേർന്നെങ്കിലും മുന്നണി പ്രവേശനം സംബന്ധിച്ച അൻവറിന്റെ ആവശ്യത്തിൽ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. PV അൻവർ കൊള്ളാം, തൃണമൂൽ കോൺഗ്രസ് പറ്റില്ല എന്ന നിലപാടാണ് പൊതുവെ കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളുമെല്ലാം PV അൻവറിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ മമതാ ബാനർജി എടുക്കുന്ന നിലപാടുകൾ പൊതുവെ പല വിഷയങ്ങളിലും കോൺഗ്രസിനെതിരായ നിലപാടുകളാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മമതാ ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കേരളത്തിലെ ഘടകകക്ഷിയായി കൊണ്ടുവരുന്നതിനോട് കോൺഗ്രസിന് താല്പര്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ ആരായുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഇന്നത്തെ UDF യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഘടകകക്ഷി നേതാക്കളുമായി കൂടുതൽ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുന്നതിനും UDF ഇന്നത്തെ നേതൃയോഗം VD സതീശനെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് കോഴിക്കോട് സമാപിച്ചത്. അൻവറിൻ്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തു. അൻവറിനെ UDFിൽ അദ്ദേഹത്തിന് പ്രവേശനം ആവശ്യപ്പെട്ട അദ്ദേഹവുമായി നേരത്തെ ഒരു ചർച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയിൽ നടത്തിയിരുന്നു. ഇന്നത്തെ യോഗത്തിൽ പൊതുവെ ഉണ്ടായ ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് മറ്റ് കക്ഷി നേതാക്കളോട് വിശദമായി ചർച്ച ചെയ്യാനും ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്തൊരു തീരുമാനമെടുക്കാൻ ഇന്നത്തെ യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനം വയ്ക്കാൻ. എന്നാൽ PV അൻവർ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. കാരണം PV അൻവർ ഇന്ന് ഈ യോഗശേഷവും അറിയിച്ചിരിക്കുന്നത് താനായിട്ട് UDFിൽ പോകുന്നില്ല, പോവുകയാണെങ്കിൽ അത് തൃണമൂൽ കോൺഗ്രസ് വഴി മാത്രമായിരിക്കും തന്റെ മുന്നണി പ്രവേശനം. ലതീഷ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിൽ അൻവറിനെ UDF മുന്നണിയിലേക്ക് എടുക്കാനുള്ള സാധ്യത മങ്ങുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആയി തന്നെ UDFിലേക്ക് പോകുമെന്നുള്ളതാണ് അൻവറിന്റെ നിലപാട്. AK ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.